السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ടവരെ, അവസാനം സ്വർഗത്തിൽ കടക്കുന്ന വ്യക്തിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തി, നരകത്തിൽ നിന്ന് അവസാനം മോചിതനാവുന്ന വ്യക്തിയെ, അല്ലെങ്കിൽ സ്വർഗത്തിൽ അവസാനം പ്രവേശിക്കുന്ന വ്യക്തിയെ എനിക്കറിയാം. നരകത്തിൽ നിന്ന് മുട്ടുകുത്തി ഇഴഞ്ഞാണ് അവൻ വരിക. അവനോട് നീ പോയി സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ എന്ന് അള്ളാഹു പറയും. അപ്പോഴവൻ സ്വർഗത്തിലേക്ക് നോക്കും. സ്വർഗം തിങ്ങി നിറഞ്ഞതായി അവന് തോന്നും. തിരിച്ചു വന്ന്, റബ്ബേ, അത് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണല്ലോ, അങ്ങനെയാണല്ലോ ഞാൻ കണ്ടത്. അപ്പൊ അള്ളാഹു പറയും, നീ സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂ. ഭൗതിക ലോകത്തിന്റെ 10 മടങ്ങ് നിനക്കുണ്ട്. ഇത് കേൾക്കുമ്പോ അവൻ പറയും, നീ രാജാതിരാജനായിരിക്കെ എന്നെ പരിഹസിക്കുകയാണോ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തുടർന്ന് പറഞ്ഞു, ഇത് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അണപ്പല്ലുകൾ കാണുവോളം ചിരിക്കുകയുണ്ടായി. അതാണ് സ്വർഗത്തിൽ ഏറ്റവും പ്രതിഫലത്താൽ സ്ഥാനം കുറഞ്ഞവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മെ സ്നേഹിക്കുന്നവരെയും നാം സ്നേഹിക്കുന്നവരെയും നമ്മളുമായി ബന്ധപ്പെട്ട ആരൊക്കെ എവിടെയൊക്കെ ഉണ്ടോ അവരെല്ലാം അല്ലാഹു സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.